السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم اجعلنا من عبادك الصالحين وارزقنا علما نافعا وتوفنا مسلمين والحقنا بالصالحين. ഭാര്യമാർക്ക് ചെലവ് കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിർബന്ധമായ ഒരു കാര്യമാണ്. ഭാര്യയും ഭർത്താവുമാണ്, രണ്ടാളും തുല്യല്ലേ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോരുത്തർ അപ്പനാപ്പിനെ പോരെ എന്ന് ചോദിച്ചാൽ അത് പോരാ. കാരണം ഇസ്ലാമിൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ഭർത്താവിനൊരു അധികാരം കൊടുത്തിട്ടുണ്ട്. അധികാരം കിട്ടൽ ആർക്കാ? അധികാരം കിട്ടുന്ന ആൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടാകും. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടാണ് അധികാരം കിട്ടുക. അത് ലോകത്തെ എല്ലാ സിസ്റ്റവും അങ്ങനെ തന്നെയാണ്. ഒരു കമ്പനിയിലാണെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവർക്ക് അധികാരം. ഭർത്താവാണ് ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കേണ്ടത്, താമസം കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞത് മത്തിന് വായിച്ചപ്പം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുക. നഫഖത്ത് എന്ന് പറഞ്ഞാൽ ചിലവ് എന്നാണ്. ഭക്ഷണം, വസ്ത്രം, താമസം. ഇംഫാഖ് എന്ന മസ്തറിൽ നിന്നാണ് ഈ പദം ഉത്ഭൂതമായത്. ഇംഫാഖ് എന്ന് പറഞ്ഞാൽ ഇഖ്റാജ്, പുറപ്പെടുവിക്കുക എന്നാണ്. നല്ല കാര്യങ്ങളിൽ ചിലവ്, നമ്മുടെ പൈസ, കീശയിലുള്ള പൈസ പുറത്തെടുക്കുന്ന പണിയാണല്ലോ നഫഖ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുറത്തെടുക്കുക, ഇഖ്റാജ് എന്നതാണ്. നമ്മൾ സാധാരണ ഈ ടണലുകളൊക്കെ ഉണ്ടാവില്ലേ, ഈ റോഡിലൊക്കെ ഉള്ള നഫഖ് എന്ന് പറയാറുണ്ട്. കാരണം നമുക്ക് അതിലൂടെ പ്രവേശിച്ച് മറ്റൊരു ഭാഗത്തിലൂടെ പുറത്തു പോകാം. അതുകൊണ്ടാണ് ഈ നഫഖ് എന്ന് പറയാൻ കാരണം. ഭാര്യക്കാണ് ചിലവ് കൊടുക്കേണ്ടത്. തംകീൻ ചെയ്ത ഭാര്യയ്ക്ക്, ജിമായിനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഭർത്താവിന് ശാരീരികമായി സൗകര്യം ചെയ്തു കൊടുത്ത ഭാര്യക്കാണ് ചിലവ് കൊടുക്കേണ്ടത്. അതിൻ്റെ ഭാഗമാണ് കൂടെ യാത്ര പോകുക എന്നുള്ളത്. ഏതായാലും ഹനഫി മദ്ഹബിലൊക്കെ തംകീന് വേണമെന്നില്ല, നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ ചിലവ് കൊടുക്കണം എന്നാണ്. നമ്മുടെ മദ്ഹബിലെ ഖദീം അഭിപ്രായമാണ്. പിന്നെ ഇവിടുത്തെ ചർച്ച തംകീൻ ഉണ്ടായെങ്കിലല്ലേ ചിലവ് കൊടുക്കേണ്ടത്. തംകീൻ ഉണ്ടായിട്ടോ ഇല്ലേ, ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള തർക്കം എന്ത് ചെയ്യും? അവിടെ ഭർത്താവിൻ്റെ വാദമാണ് സ്വീകരിക്കുക. പിണങ്ങിയ ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കണ്ട, അതിൽ തർക്കം വന്നാലോ? ചെലവ് കൊടുത്തണോ ഇല്ലേ എന്നുള്ള തർക്കം വന്നാലോ? അവിടെ ഭാര്യൻ്റെ വാക്കാണ് സ്വീകരിക്കുക. പിന്നെ തംകീനുണ്ടായ ചിലവ് കൊടുക്കണം എന്നുള്ളതാണ്. ഭർത്താവിന് ജിമായി ചെയ്യാൻ കഴിയോ ഇല്ലേ എന്ന് നോട്ടല്ല, ഭാര്യൻ്റെ ഭാഗത്തുനിന്ന് തടസ്സമുണ്ടോ എന്നുള്ളതാണ്. ജിമായി എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, തംകീൻ, തമത്വ, അവളുമായിട്ട് ചുംബിക്കുക, തൊടുക, ഒന്നിച്ച് താമസിക്കുക, ഇതൊക്കെ തമത്വ തന്നെയാണ്. ഭർത്താവ് കുട്ടിയായത് എന്നതുകൊണ്ട് ചിലവ് കൊടുക്കൽ നിർബന്ധമാവാതിരിക്കില്ല, ചിലവ് കൊടുക്കണം. ഭാര്യ കുട്ടിയായാലോ അവിടെ കൊടുക്കണ്ട. ഭാര്യ കുട്ടിയാണ്, അങ്ങനെ വിവാഹം നടന്നു നോക്കുക, തമത്വത്തിനൊന്നും പത്തുവിനൊന്നും സാധിക്കാത്ത കുട്ടിയാണ്. അങ്ങനെ ആകുമ്പോൾ ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കണ്ട. ഭാര്യയ്ക്ക് അസുഖം ഉണ്ടായാലോ, രോഗമോ ഭ്രാന്തോ ആണെങ്കിലോ അപ്പോൾ ചിലവ് കൊടുക്കും വേണം. കാരണം ഭാര്യയായാലും രോഗിയാണെങ്കിലും, അല്ലെങ്കിൽ ഇത് റത്തക്കുണ്ട്, റത്തക്ക് എന്ന് പറഞ്ഞാൽ സംയോഗം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ യോനിയിൽ തടസ്സം ഉണ്ടാവുക. അവിടെയൊക്കെ തമത്വത്തിന് സാധിക്കുമല്ലോ, പത്തുവിന് പറ്റൂലെങ്കിലും മറ്റുള്ള രീതിയിൽ കാണാനും തൊടാനും ഒക്കെ പറ്റുമല്ലോ. അപ്പം ചിലവ് കൊടുക്കണം. ഇനി തംകീൻ ഉണ്ടായണോ അല്ലേ എന്നുള്ള തർക്കം ഉണ്ടായാൽ അതിൻ്റെ പരിഹാരം എന്താണെന്ന് നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാം. നോക്കുക. യജിബുൽ മുദ്ദുൽ ആത്തി വമാ ഉത്തിഫ അലൈഹി. താഴെ പറയുന്നുണ്ട് മുദ്ദ് കൊടുക്കണം, ഒരു മുദ്ദ് ധാന്യം കൊടുക്കണം. പിന്നെ അതിനോട് ചേർത്തി പറഞ്ഞത് വമാ ഉത്തിഫ അലൈഹി, അത് ചെയ്ത് പറഞ്ഞ വസ്ത്രം, ഭക്ഷണം, താമസം, ഇതൊക്കെ കൊടുക്കാൻ നിർബന്ധമാണ് നിസോജത്തിന്, ഭാര്യയ്ക്ക്. വലുവാമത്തൻ വമരിയതത്തിന്, അടിമ സ്ത്രീയാണെങ്കിലും രോഗിയാണെങ്കിലും. മക്കനത്ത്, അവൾ തൻ്റെ ശരീരം സൗകര്യം ചെയ്തു കൊടുത്തു. ഭർത്താവിന്
തൻ്റെ ശരീരം സൗകര്യപ്പെടുത്തി കൊടുത്തു. മിനലിസ്തിംതാഇ ബിഹ, അവളുടെ ശരീരം കൊണ്ട് ആസ്വദിക്കുന്നതിന്. വമിൻ അഖ്ലിഹ, അതുപോലെ അവൾ കൊണ്ടുപോകുന്നതിനും. ഇലാ ഹൈസു ഷാ, അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. ഭർത്താവ് പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ ഭാര്യനെ വിളിച്ചാൽ പോകാൻ അവൾക്ക് നിർബന്ധമുണ്ടെന്നർത്ഥം. അപ്പോഴേ ചിലവർ ഉണ്ടാവുള്ളൂ. പക്ഷെ 2 ഷർത്തുണ്ട്. അമിനി ത്വരീഖി, വഴി സുരക്ഷിതമാകണം. ഒരു മഖ്സിദി, പോകുന്ന ലക്ഷ്യവും സുരക്ഷിതമാകണം. അല്ലാതെ എവിടേക്കെങ്കിലും വിളിച്ചാൽ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുക ഭാര്യയ്ക്ക്. ഓരോ റുക്കൂ ബഹരിൻ, ഇനി കടൽ യാത്ര വേണമെങ്കിൽ അതും നിർബന്ധമാണ്. പക്ഷേ വലബത്ത് ഫിഹി സലാമത്തു, സാധാരണയായി യാത്ര സുരക്ഷിതമായ യാത്രയാണെങ്കിൽ കടൽ യാത്രയും നിർബന്ധമാണ്. ഫലാ യജിബു ബിൽ അഖ്ദി, തംകീൻ, ശരീരം ഭർത്താവിന് സൗകര്യം ചെയ്തു കൊടുത്താൽ മാത്രമേ നിർബന്ധമുള്ളൂ. അഖ്ദ് കൊണ്ടുന്നില്ല, നിർബന്ധം ഇല്ല. ഖിലാഫിൽ ഖദീമി വൈന്നമ യജിബു തംകീനി, ഈ പറയപ്പെട്ട ചെലവും ഭക്ഷണവും വസ്ത്രമൊക്കെ നിർബന്ധമാകുക തംകീന് കൊണ്ട് മാത്രം നിർബന്ധമാകുക യോമൻ ഫയോമൻ, ഓരോ ദിവസങ്ങളാണ്. ഒരു കൊല്ലത്തേക്കുള്ള ഒന്നിച്ച് കൊടുക്കുന്ന നിർബന്ധമല്ല. ഇന്ന് തംകീനുണ്ടായ ഇന്ന് നിർബന്ധമാണ്, നാളെ തംകീനുണ്ടായ നാളെ നിർബന്ധമാണ്. വസുദ്ദിഖ ബി യമീനിഹി ഫി അദമി തംകീനി, തംകീനുണ്ടോ ഇല്ലേ എന്ന് ഭാര്യയും ഭർത്താവും തർക്കിച്ചാൽ ഉണ്ടായില്ല എന്ന് പറയുന്ന ഭർത്താവിൻ്റെ വാദമാണ് സ്വീകരിക്കപ്പെടുക, ചിലവുണ്ടാവില്ല. വഹിയ, ഭാര്യയുടെ വാദമാണ് സ്വീകരിക്കപ്പെടുക ഫി അദമി നുശൂസി, അവളുടെ ഭാഗത്തുനിന്ന് പിണക്കം ഉണ്ടായിട്ടില്ല എന്നതിലും. വലിംഫാഖി അലിഹ, അവൾക്ക് ചിലവ് കൊടുത്തിട്ടില്ല എന്ന വാദത്തിലും. അപ്പോൾ ചിലവ് കൊടുക്കേണ്ടി വരും. വൈദാ മക്കനത്ത് മൻ യുമിക്കിനു തമത്തോ ബിഹ, ശരീരം കൊണ്ട് ആസ്വദിക്കാൻ, സുഖമെടുക്കാൻ സാധിക്കുന്ന ഒരു സ്ത്രീ ഭർത്താവിന് തൻ്റെ ശരീരം വിട്ടുകൊടുത്തു. വലോമി ബാദിൽ വജൂഹാത്ത്, സംയോഗമാവണമെന്നില്ല, മറ്റേത് രീതിയിലാണെങ്കിലും. വജബത്ത് അനുഹ, അവൾക്കുള്ള എല്ലാ ചെലവുകളും നിർബന്ധമാകും. വലൗകാന സൗജ് തിഫലൻ, ഭർത്താവ് കുട്ടിയാണെങ്കിലും. ലായിംകിന് ജിമാഹു, ജിമാവിന് സാധിക്കാത്ത. എന്തുകൊണ്ട്? ഇതിലാമൻ മിൻ ജിഹത്തിഹ, അവളുടെ ഭാഗത്തുനിന്ന് തടസ്സമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവൾക്ക് ചിലവ് കൊടുക്കണം. വൈൻ അജസത്ത് അൻ പത്തീൻ, അവൾക്ക് പത്തീന് സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും ബിസബബിൻ, എന്തോ കാരണം കൊണ്ട്, ഐരിശകരി, കുട്ടിയാവുക അല്ലാത്ത മറ്റെന്തോ കാരണം കൊണ്ട് പത്തീന് അവൾക്ക് അസാധ്യമാണെങ്കിൽ പോലും അവൾക്ക് ചിലവ് കൊടുക്കുന്ന നിർബന്ധമാണ്. ചില ഉദാഹരണങ്ങൾ: കറത്തഖിൻ, യോനിയിൽ ഇറച്ചി നിറയുന്ന അസുഖം പോലെ, അപ്പോൾ സംയോഗത്തിന് സാധിക്കില്ല. ഔ മറദിൻ, അല്ലെങ്കിൽ രോഗം. ഔ ജുനൂൻ, അല്ലെങ്കിൽ ഭ്രാന്ത്. പക്ഷേ ലാ ഇൻ അജസത്ത് ബിസ്സഗർ, ഭാര്യ കുട്ടിയായതുകൊണ്ട് വത്ത്ന് അസാധ്യമാകുമ്പോൾ നഫഖ നിർബന്ധമില്ല. അതെങ്ങനെ? ബിഅൻകാനത്ത് തിഫ്ലത്തല്ലാ തഹ്തമിൽ വത്ത, വത്ത്നൊന്നും സാധിക്കാത്ത ചെറിയ കുഞ്ഞാണ്. ഫലാ നഫഖത ലഹ, അവൾക്ക് ചിലവ് കിട്ടൂല. വൈൻ സല്ലമഹൽ വലിയു ഇല സൗജി, വലിയ അവളെ ഭർത്താവിന് വീട്ടിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ പോലും. എന്തുകൊണ്ട്? ഇതിലായിമിക്കുന്ന തമത്തു ബിഹ, അവൾ തമത്തുവിന് സാധിക്കുന്ന ഭാര്യ അല്ലല്ലോ ഇത്. കാരണം ലായിമിക്കുന്ന തമത്തു ബിഹ, കന്നാശിചത്തി, പിണങ്ങിയ സ്ത്രീയെ പോലെ. ബിഖിലാഫി മൻ തഹ്തമിലുഹു, വത്തുവിന് സാധിക്കുന്ന ഭാര്യയാണെങ്കിൽ അപ്രകാരമല്ല, അവിടെ കൊടുക്കുകയും വേണം. ഇനി തംകീൻ ഉണ്ടായിട്ടുണ്ടോ അല്ലേ എന്നുള്ള തർക്കത്തിൽ ഭർത്താവിൻ്റെ വാദമാണ് സ്വീകരിക്കപ്പെടുക എന്ന് പറഞ്ഞില്ലേ. ഇനി സാക്ഷികളുണ്ടെങ്കിലോ തംകീനുണ്ടായി എന്നുള്ളതിന്, അപ്പോൾ പിന്നെ ഭാര്യയ്ക്ക് ചിലവിന് അവകാശം ഉണ്ടാകും. അതെങ്ങനെയാണ് തംകീനുണ്ടായത് എന്ന് കോടതിയിൽ സാക്ഷികൾ പറയാവുന്നേക്കല്ല, അയാൾ പറഞ്ഞത് കേട്ടിട്ട് കോടതി പറഞ്ഞാൽ മതി. ഇനി അയാളിവിടെ സ്ഥലത്തില്ലെങ്കിൽ അവൾക്ക് ചിലവ് കിട്ടാൻ മാർഗമുണ്ട്. അതെന്താ?
സാക്ഷികൾ പോയിട്ട് പറയാം, ആ ഭാര്യ ഭർത്താവിനനുസരിച്ച് നിൽക്കുന്നവളാണ്, അയാളെ വീട്ടിൽ തന്നെ ഉണ്ട്, അയാളെപ്പോൾ വന്നാലും ഭാര്യ തംക്കീന് ഒരുക്കമാണ് എന്ന് 2 സാക്ഷികൾ കോടതിയിൽ പോയി പറഞ്ഞാൽ ചെലവെടുക്കുന്ന നിർബന്ധമാകും. വയസ്ബത്ത് താലിക്ക, അവൾ അയാൾക്ക് ശരീരം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരപ്പെടും. ബിഖറാരിഹി, അയാൾ തന്നെ കോടതിയിൽ സമ്മതിക്കൽ കൊണ്ട് 1. 2 അബിഷഹാദത്തിൽ ബയ്യിനത്ത് ബിഹി, അയാൾ സമ്മതിച്ചിട്ടുണ്ട് എന്ന് കോടതിയിൽ സാക്ഷികൾ സാക്ഷി പറയൽ കൊണ്ടും. 3 ഔ ബി അന്നഹ ഫി ഗൈബത്തിഹി, അല്ലെങ്കിൽ കോടതിയിൽ സാക്ഷികൾ സാക്ഷി പറഞ്ഞു എന്ത്, അവൾ ഫി ഗൈബത്തിഹി, അയാൾ സ്ഥലത്തില്ലാതിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ബാദിലത്തുല്ലി താഴ്ത്തി ഭർത്താവിന് അനുസരണം നൽകാൻ തയ്യാറാണ്, മുലാസിമത്തുല്ലി മസ്കിനി, അവൾ വീട്ടിൽ തന്നെ താമസിക്കുന്നവളാണ്, വീട് വിട്ടു പോയിട്ടില്ല, വനാവിധാനിക്ക് ഇത്തരം കാര്യങ്ങൾ കോടതിയിൽ സാക്ഷി പറഞ്ഞാലും തംക്കീനുണ്ടാവും. ഇനി വിദേശത്തേക്ക് പോകുന്ന ഭർത്താവ് ഓരോ ദിവസമാണ് ചിലവ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വിദേശത്തേക്ക് പോകുന്ന ഭർത്താവ് എങ്ങനെ അത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി, തിരിച്ചു വരുന്നത് വരെയുള്ള എല്ലാ ചിലവും ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ഒരാൾക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റൂ. അല്ല എങ്കിൽ അയാൾക്ക് പാസ്പോർട്ട് തടയപ്പെടും, യാത്ര തടയപ്പെടും. വലഹ, അവൾക്ക് അവകാശമുണ്ട് മുതാലബത്തു ഹൂബിഹ, അയാളോട് ചെലവിന് ആവശ്യപ്പെടാം. ഇൻ അറാദ സഫറൻ, യാത്ര ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, തൊവീലൻ, ദീർഘമായ യാത്ര ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ഈ ഭാര്യയുടെ ഹുക്കുമിലാണ് 1 or 2 തലാഖ് ചെല്ലപ്പെട്ട റജഈയ തലാഖുള്ള സ്ത്രീ, അവൾക്ക് എന്ത് ചെയ്യണം, ചെലവ് കൊടുക്കണം. ഈ ഗർഭിണി ആവണമെന്നൊന്നുമില്ല, ഗർഭിണി അല്ലെങ്കിലും കൊടുക്കണം. റജഈയ തലാഖില്ലപ്പെട്ട ഭാര്യ, കാരണം ഭാര്യൻ്റെ ഹുക്കുമിലാണ്. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, ഈ നമ്മൾ താഴെ പറയുന്നുണ്ട്, ഭാര്യയ്ക്ക് സോപ്പ്, സാബൂൻ, അങ്ങനെ തനല്ലുഫിൻ്റെ വൃത്തിയാക്കാനുള്ള ശുദ്ധീകരണത്തിൻ്റെ ഉപകരണങ്ങളൊക്കെ കൊടുക്കണം. അതാർക്കും കൊടുക്കണ്ട, റജഈയായ തലാഖിലുള്ള സ്ത്രീക്ക് കൊടുക്കണ്ട. വലു റജഈയത്തൻ, സ്വതം റജഈയായ തലാഖിലുള്ള ഭാര്യയാണെങ്കിലും ചെലവിന് അവകാശമുണ്ട്. വൈകാനത്ത് ഹായിലൻ, ഗർഭിണി അല്ലെങ്കിലും, ഹാമിൽ ഗർഭിണി, ഹായിൽ ഗർഭമില്ലാത്ത സ്ത്രീ. യജിബുലഹ മാ ദുക്കിറ, എല്ലാ കാര്യങ്ങളും പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിർബന്ധമാണ്. മാ അദാ ആലത്തി തനല്ലുഫി, മാ അദ എന്നുള്ള ജറിൻ്റെ അർഫാണ്, ജാറാണ്, അതുകൊണ്ടാണ് ആലത്തിന്ന് മജറൂർ വരാൻ കാരണം. ഒഴികെ എന്നാണ് മാ അദ, മാസിബ, മാഖല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ശുദ്ധീകരണത്തിൻ്റെ ഉപകരണങ്ങൾ ഒഴികെ. എന്തുകൊണ്ടാണ് നിർബന്ധം എന്ന് പറയാൻ കാരണം, ലിബഖായി ഹബ്സിഹി ലഹ, കാരണം അവളെ എപ്പോഴും അയാളുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഖുദ്റത്തിഹിന തമത്തു ബിഹ ബിറജഅത്തി, ഒന്ന് മടക്കിയെടുത്താൽ, ഞാൻ മടക്കിയെടുത്തു എന്ന് തൊള്ളോണ്ട് പറഞ്ഞാൽ അവളുടെ ശരീരം കൊണ്ട് ശരീരത്തെ ഉപയോഗപ്പെടുത്താനും അയാൾക്ക് സാധിക്കുമല്ലോ. അതേസമയം വലിംതിനായിഹി അൻഹാലം യജിബു ലഹ ആലത്തു തനല്ലുഫ്, ഇപ്പോൾ അവളുടെ ശരീരം അയാൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന കാരണത്താൽ അവൾക്ക് ശുചീകരണത്തിൻ്റെ ഉപകരണങ്ങൾ നൽകൽ നിർബന്ധവും ഇല്ല. തലാഖിലാവുമ്പോൾ തമത്തു ഹറാമാണല്ലോ. അപ്പോൾ വലിംതിനായിഹി, അയാൾ മാറി നിൽക്കുന്നു എന്ന കാരണത്താൽ, അൻഹ, അവളുടെ ശരീരം ഉപയോഗിക്കാതെ മാറി നിൽക്കുന്നു എന്ന കാരണത്താൽ, ലം യജിബു ലഹ ആലത്തു തനല്ലുഫി, ശുചീകരണത്തിൻ്റെ ഉപകരണങ്ങൾ സാധാരണ ഭാര്യമാർ കൊടുക്കുന്ന അത് നിർബന്ധമല്ല. ഇനി ഭാര്യക്ക് കൊടുക്കുന്ന ചെലവ് ഭാര്യ പിണങ്ങിയാൽ എന്ത് ചെയ്യും? നിർബന്ധമില്ലാതാവുമല്ലോ. എന്നതുപോലെ പിണങ്ങി റജഈയ തലാഖിലുള്ള ഭാര്യക്കും അത്തരം കാരണങ്ങൾ കൊണ്ട് ചെലവ് നഷ്ടപ്പെടും. ഇസ്ഖിതു മുഅനത്തഹ, അവൾക്കുള്ള എല്ലാ ചെലവുകളെയും അവൾ നഷ്ടപ്പെടുത്തും, അവൾക്കുള്ള ചെലവിനെ നഷ്ടപ്പെടുത്തും. മാ ഇസ്ഖിതു മുഅനത്ത സൗജത്തി, സാധാരണ ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട ചെലവുകൾ നഷ്ടപ്പെടുത്തുന്ന കാരണങ്ങളെല്ലാം റജഈയ ഭാര്യയുടെ ചെലവുകളെയും നഷ്ടപ്പെടുത്തും. ഉദാഹരണം, കനുശൂസി, പിണങ്ങിയാൽ ഭാര്യ കിട്ടൂലല്ലോ എന്നതുപോലെ.
ഇനി ഭാര്യക്ക് ചില വീട്ടിൽ അവൾ ഇദ്ദൻ്റെ സമയത്ത് മാത്രമാണ്, ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ അന്യ സ്ത്രീയായി മാറി. അപ്പോൾ ശുദ്ധി കൊണ്ടാണ് ഇദ്ദിരിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്നുള്ള എങ്ങനെ കിട്ടുക? അത് കഴിയുന്നവരെയാണല്ലോ ചിലവ് കിട്ടുക. അതും അവളെയാണ് സമാക്കപ്പെടുക. സദ്ദഖ് ഫി ഖദരി അഖ്റായിഹ, അവരുടെ ഇദ്ദയുടെ സമയത്തുള്ള ശുദ്ധിയുടെ കാലത്തിൽ തർക്കമുണ്ടായാൽ അവളുടെ വാദമാണ് സ്വീകരിക്കപ്പെടുക. ഷബി യമീനിൻ, അവൾ സത്യം ചെയ്യണം. എപ്പോൾ? ഇൻ കദ്ദബഹ, അയാൾ അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ. വൈല്ല ഫലായമീന, ഇനി അയാൾ നിഷേധിക്കുന്നൊന്നുമില്ലെങ്കിൽ എൻ്റെ ഇദ്ദ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ശുദ്ധി കഴിഞ്ഞിട്ടില്ല എന്ന് അവൾ പറഞ്ഞു, അയാൾ നിഷേധിക്കുന്നൊന്നുമില്ലെങ്കിൽ ഫലായമീന, സത്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവളെ ഇദ്ദ കഴിയുന്നത് വരെ ചിലവ് കൊടുക്കണം. ഇനി ത്വലാഖ് ചെല്ലപ്പെട്ട മറ്റ് ചില ഭാര്യമാർക്കും ചിലവ് നിർബന്ധമാകുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത പാഠം. അള്ളാഹു തആല നമുക്ക് നാഫിയായാലും പഠിക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.